ഈ പോരാട്ടം അർഹതയ്ക്കു വേണ്ടി. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ അന്താരാഷ്ട്ര കായിക കോടതിയിൽ. വീണ്ടും പോരാടാനുറച്ച് വിനേഷ് ഫോഗട്ട്. സ്വന്തം രാജ്യത്തിന് ഒരു മെഡൽ നേടാനുള്ള അർഹതയുണ്ടായിട്ടും രാഷ്ട്രീയ കരുനീക്കമോ മറ്റോ സംഭവിച്ച് അവർ അയോഗ്യയായിരുന്നു. എന്നാൽ പാരീസ് ഒളിമ്പിക്സിലെ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ ഇന്ന് അന്താരാഷ്ട്ര കായിക കോടതി പരിഗണിക്കും. താരത്തിനായി ഹാജരാകുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ ഹരീഷ് സാൽവെ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ പ്രതിനിധീകരിച്ചാണ് വെള്ളിയാഴ്ച സാൽവെ കോടതിയിലെത്തുന്നത്. കേസിൽ നിയമപരവും നടപടിക്രമപരവുമായ വശങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ സാൽവെയുടെ വൈദഗ്ധ്യം നിർണായകമാകും. മുൻ ഇന്ത്യൻ സോളിസിറ്റർ ജനറൽ കൂടിയാണ് സാൽവെ. ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെള്ളി മെഡൽ പങ്കിടണമെന്നാണ് താരത്തിന്റെ ആവശ്യം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വാദം തുടങ്ങും. ഒളിമ്പിക്സിൽ 50 കിലോ ഗുസ്തി ഫ്രീസ്റ്റൈൽ വിഭാഗത്തിലാണ് വിനേഷിനെ അയോഗ്യയാക്കിയത്. ഫൈനലിൽ ഇടം പിടിച്ച വിനേഷ് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെയായിരുന്നു നടപടി. പരിശോധനയിൽ 100 ഗ്രാം കൂടുതലാണ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗത്തിലെ ആവേശം നിറഞ്ഞ സെമിയിൽ ക്യൂബയുടെ യുസ്നെയിലിസ് കുസ്മൻ ലോപ്പസിനെ പരാജയപ്പെടുത്തിയായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ഫൈനൽ പ്രവേശം. വമ്പൻ താരങ്ങളെയെല്ലാം മലർത്തിയടിച്ചുകൊണ്ടാണ് താരം ഇന്ത്യയുടെ അഭിമാനമായത്. ഫൈനലിൽ അമേരിക്കയുടെ സാറ ആൻ ഹിൽഡർബ്രാൻഡിനെ നേരിടാനിരിക്കെയാണ് താരം പുറത്താകുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സ്വപ്നങ്ങൾ തകർന്നുവെന്നും ഇനി മത്സരിക്കാനുള്ള കരുത്തില്ലെന്നും എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും ഫോഗട്ട് എക്സിൽ കുറിച്ചിരുന്നു. ബിജെപി എംപിയും ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ തലവനുമായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ പോരാട്ടത്തോടെയാണ് വിനേഷ് സമരങ്ങളുടെ അധ്യായം തുറക്കുന്നത്. ലൈംഗികാതിക്രമം കാട്ടിയ ബ്രിജ്ഭൂഷണിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. വിനേഷ്, സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ തുടങ്ങിയ താരങ്ങളെ ഡൽഹിയിലെ ജന്തർമന്ദറിൽ പോലീസ് വലിച്ചിഴയ്ക്കുന്നത് കണ്ടപ്പോൾ രാജ്യം പകച്ചുനിന്നു. വനിതാ ഗുസ്തി താരങ്ങളോട് മോശമായി പെരുമാറിയ ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുള്ള സമരങ്ങളുടെ മുന്നണിപ്പോരാളിയായിരുന്നു വിനേഷ്.